നമ്മൾ അവസാനം എവിടെ പ്രവേശിക്കണ്ടേ? അവൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും യഹൂദന്മാർക്കും യവനന്മാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. അപ്പൊ നമ്മൾ എവിടെ പ്രവേശിക്കണ്ടേ? പിതാവിങ്കിലേക്ക്. ഇതാണ് നിത്യ സാബത്ത് എക്സ്പീരിയൻസ്. അവസാനം നമ്മൾ എങ്ങോട്ടാ പ്രവേശിക്കണ്ടേ? പിതാവിങ്കിലേക്ക്. അല്ലാണ്ട് ക്രിസ്തുവിൽ അവസാനിക്കാനല്ല പറഞ്ഞ, ക്രിസ്തുവിലൂടെ കയറാനാ പറഞ്ഞേ. പക്ഷേ ഈ നാളുകളിൽ പിതാവിനെ ഒഴിവാക്കി ആ സ്ഥലത്തൊക്കെ ക്രിസ്തുവിനെ കൊണ്ടുവന്ന് പിതാവിനെ മാറ്റിയ ഒരു സംഭവമാണ് ക്രിസ്തീയ സഭകളിൽ കാണുന്നത്. നല്ലൊരു പങ്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിശാച് ചെയ്യണ പരിപാടിയാ. പിതാവിനെ ഒഴിവാക്കി അവിടെ കൊണ്ടുപോയിട്ട് പുത്രനെ കൊണ്ടുവച്ച് അവസാനിപ്പിച്ചു. അതായത് ദാവീദിനെ ഒഴിവാക്കി അബ്ശാലോമിനെ രാജാവാക്കിയതുപോലെ. ഇത്ര നല്ല പരിപാടി അല്ലേ? അറിയോ? പഴയ നിയമം ഒന്ന് വായിച്ചു നോക്കിയാൽ ദാവീദിനെ സിംഹാസനത്തെ എഴുന്നേപ്പിച്ച് ഓടിച്ചു വിട്ടു. എന്നിട്ട് അബ്ശാലോം കയറി രാജാവായി. ക്രിസ്തു, ഒറിജിനൽ ക്രിസ്തു അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. നമ്മളുടെ കുരുട്ട് ബുദ്ധി അതൊക്കെ ചെയ്തു വെക്കണേ. നമ്മുടെ കുരുട്ട് ബുദ്ധി അതൊക്കെ ചെയ്തു വെക്കണേ. അവസാനം ദൈവം ന്യായം വിധിക്കും. ഒറിജിനൽ ക്രിസ്തു സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കുകയല്ല, ഒറിജിനൽ ക്രിസ്തു സ്വർഗസ്ഥ പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. പിതാവെ, നിന്നെ ലോകത്തിന് അറിയത്തില്ല, ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു.